അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിട്ടുവീഴ്ച ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു മഹത് ഗുണമാണ്. എന്നാൽ വിട്ടുവീഴ്ച അനുവദിച്ച മേഖലകളും വിട്ടുവീഴ്ച ഒട്ടും അനുവദിക്കാത്ത മേഖലകളും ഉണ്ട്. എന്നാൽ ആധുനിക സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എവിടെയൊക്കെ ഇസ്ലാം വിട്ടുവീഴ്ച അനുവദിച്ചുവോ അവിടെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ഒരു സമൂഹമാണ്. അതേപോലെ എവിടെയെല്ലാം ഇസ്ലാം വിട്ടുവീഴ്ച പാടില്ല എന്ന് പറഞ്ഞുവോ അവിടെയെല്ലാം ധാരാളമായി വളരെ ഉദാരമായി വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. ധാർമ്മികവും ആദർശപരവുമായ മേഖലകളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളൂ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളതിനെ മുറുകെ പിടിക്കുക. അധാർമികതക്കെതിരെ മൗനം പാലിക്കലല്ല വിട്ടുവീഴ്ച. അതേപോലെ അനിസ്ലാമിക പ്രവണതകൾക്ക് നേരെ കണ്ണടയ്ക്കലുമല്ല വിട്ടുവീഴ്ച. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ധാർമ്മിക വീക്ഷണവുമായി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക പ്രബോധകർ തുടക്കം മുതലേ നേരിട്ട് കൊണ്ടിരുന്ന ഒരു വിമർശനമായിരുന്നു അൻതും മുതശദ്ദിദ്, നിങ്ങൾ ഏറ്റവും കടുംപിടുത്തക്കാരായ ആളുകളാണ് എന്നത്. എന്നാൽ ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാകാതെ പോകുന്ന ഒരു വസ്തുത, തങ്ങൾ അയഞ്ഞു പോയത് കൊണ്ടാണ്, തങ്ങൾ വളരെ ലൂസായി പോയത് കൊണ്ടാണ് നേരായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ പിടിവാശിക്കാരാണെന്ന് തങ്ങൾക്ക് തോന്നുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു വിവേകം പലപ്പോഴും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ജാഹിലിയത്തിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികൾ ബൈത്തുൽ മാലിൽ നിന്നും കാരക്ക ഭക്ഷിച്ചപ്പോൾ അവരുടെ വായിലേക്ക് കൈകൾ ഇട്ടുകൊണ്ട് ആ കാരക്ക പുറത്തേക്ക് എടുക്കുന്ന രംഗം നമുക്കറിയാം. അവിടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുകയല്ല, മറിച്ച് അവിടെ ഒരു പാഠം പ്രവാചകൻ പകർന്നു നൽകുകയായിരുന്നു. ഇതേപോലെ ഒളുവെടുത്ത അവസരത്തിൽ കാൽപാദങ്ങൾ കൃത്യമായി നനയാതെ വന്നപ്പോൾ വൈലുലിൽ അഖാബി മിനന്നാർ, നിങ്ങളുടെ പാദങ്ങൾക്ക് മടമ്പുകാലുകൾക്ക് നരകത്തിൽ നാശമെന്ന് പ്രവാചകൻ ഗൗരവത്തോടെ താക്കീത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഒട്ടേറെ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും. ആദർശപരമായ ധാർമ്മികമായ മേഖലകളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിൽ കൃത്യമായി എവിടെയെല്ലാം ധാർമ്മികത പുലർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി, എവിടെയെല്ലാം വിട്ടുവീഴ്ച കാണിക്കേണ്ടതുണ്ട് എന്നും എവിടെയെല്ലാം വിട്ടുവീഴ്ച കാണിക്കാൻ പാടില്ലെന്നും മനസ്സിലാക്കി കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.